സംസ്ഥാനത്ത് മദ്യോൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. സംസ്ഥാനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. പാരാ 9 23-24 പാരാ 9 ധാന്യേതര കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞ് സംസ്ഥാനത്തിനകത്ത് തന്നെ എക്സൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച് KSBCയുടെ ചില്ലറ വിൽപ്പനശാലകളിലൂടെ വിപണനം നടത്താനും ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീഞ്ഞിന് സാധ്യമായ മറ്റു വിപണികൾ കൂടി കണ്ടെത്താനും ശ്രമിക്കും. പിന്നെ പാര 24 സംസ്ഥാനത്ത് മദ്യോൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. എങ്ങനെയാണ് ഇതാരും അറിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്, പ്രതിപക്ഷത്തിൻ്റെ കുഴപ്പമാണ്. അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലുണ്ട്, എൻ്റെ കയ്യിൽ അവർ ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ഇനി 2023-24 മദ്യനയ ഉത്തരവിൽ മദ്യനയം പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവ് നമ്പർ 32 സംസ്ഥാനത്ത് വിദേശ മദ്യത്തിൻ്റെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ഉത്തരവാണ്. 22-23 മദ്യനയ ഉത്തരവിലെ നമ്പർ 22 നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. ആരും അറിയാതെ ചെയ്ത കാര്യമാണോ? 22-23 മദ്യനയ ഉത്തരവിലെ നമ്പർ 24 കേരളത്തിലെ തനത് കാർഷികോൽപ്പന്നങ്ങളിൽ ധാന്യങ്ങൾ ഒഴികെയുള്ളതിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്നതിന് അനുവാദം നൽകും. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയാണ്, അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവും പറയാണ്, ഇതാരും അറിഞ്ഞില്ല, മദ്യനയത്തിലെ മാറ്റം ഇവർ മാത്രമാണ് അറിഞ്ഞത് എന്ന്. ഇവർ തന്നെ പ്രസ്താവന ഇറക്കിയിട്ട് അവരിപ്പോൾ പറയുന്നു അറിയില്ല. അത്ര സത്യസന്ധതയില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ ഇതിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വിശദീകരിക്കാത്ത ചോദ്യം വരുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടാണ്. ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം എല്ലാം വായിച്ചു. അപ്പോൾ അതിലിങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാം. പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഇത് ഒരപേക്ഷ ഈ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് എഴുതി വാങ്ങി നേരെ മന്ത്രിസഭയിൽ കൊണ്ടുപോയി വെച്ചു, പാസ്സാക്കി. അല്ലേ? അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതീവ തിടുക്കത്തിലാണ് ഇത് കൊടുത്തത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുഴുവൻ നാൾ വഴിയുണ്ട്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ ലഭിക്കുന്നത് 30/11/2023 30/11/2023 അല്ല, സർക്കിൾ ഇൻസ്പെക്ടർക്ക്. അവിടെയാണ് അപേക്ഷ കൊടുക്കുക. ശരിയായ രീതിയിലാണിത് അപേക്ഷ വന്നത്. മന്ത്രിക്കല്ല അപേക്ഷ തന്നത്. 10 ഘട്ട പരിശോധന പിന്നിട്ടിട്ട് 16/1/2025 ക്യാബിനറ്റ് അനുമതി കൊടുക്കുന്നത്. 10 ഘട്ടങ്ങളിലായ പരിശോധന. 14 അതും പ്രാരംഭാനുമതിയാണ്. 14 പ്രാരംഭാനുമതി കൊടുക്കാൻ 14 മാസം എടുത്തിട്ടുണ്ട്. 10 ഘട്ടങ്ങളിലെ പരിശോധന. ഒരു ഘട്ടവും മറികടന്നിട്ടില്ല. മാത്രമല്ല 16/3/2024 സർക്കാരിൻ്റെ മുമ്പിൽ, മന്ത്രിയുടെ മുമ്പിൽ ഇത് വന്നപ്പോൾ ജലലഭ്യത സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ട് തിരിച്ചയച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 16/1 അനുമതി കൊടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ എക്സൈസ് വകുപ്പിന് കൊടുക്കാമായിരുന്നത് മന്ത്രിസഭയിൽ കൊണ്ടുപോയി മന്ത്രിസഭാനുമതിയായിട്ടാണ് കൊടുത്തത്, മന്ത്രിസഭാ തീരുമാനമായിട്ടാണ് കൊടുത്തത്. അത്രയും സുതാര്യമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ആരും അറിഞ്ഞില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ഘട്ടങ്ങൾ. മുഴുവൻ വിശദാംശങ്ങളും എൻ്റെ കൈവശമുണ്ട്.